ഹായ്, ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് റേഷ്യോ അനാലിസിസ് എന്നുള്ള ടോപ്പിക്കാണ്. CMA പാർട്ട് 2 സെക്ഷൻ A ആണ് റേഷ്യോ അനാലിസിസ്. അപ്പം എന്താണ് റേഷ്യോ? നമ്മൾ പറയില്ലേ A:B അല്ലെ 1:2 അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു യൂസേജിനാണ് റേഷ്യോ എന്ന് പറയാം. എന്തിനാണ് റേഷ്യോ? എന്തിനാ റേഷ്യോ? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് റേഷ്യോ. ഇപ്പോൾ 1:2 എന്ന് പറയുകയാണെങ്കിൽ 1ഉം 2ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത്. A:B എന്ന് പറയുകയാണെങ്കിൽ Aയും Bയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ റേഷ്യോയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ റേഷ്യോ? ഫിനാൻഷ്യൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോക്കാണ് ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയാം. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ വേരിയബിൾസ്? എവിടുന്നാണ് നമ്മൾ ഫിനാൻഷ്യൽ വേരിയബിൾസ് ഒക്കെ എടുക്കുക? ഓക്കെ, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുന്ന വേരിയബിൾസ് ആണ് ഫിനാൻഷ്യൽ വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നിവയൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എടുത്ത രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന റേഷ്യോക്കാണ് ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഈ സെക്ഷനിൽ തുടക്കം മുതൽ അവസാനം വരെ ഫിനാൻഷ്യൽ റേഷ്യോസിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ ഫിനാൻഷ്യൽ റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഞാൻ അവിടെ സൈഡിൽ ലിസ്റ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ലിക്വിഡിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, മാർക്കറ്റ് റേഷ്യോ, ഏർണിങ്സ് കവറേജ് റേഷ്യോ എന്നീ റേഷ്യോസ് ആണ് നമുക്ക് ഈ സെക്ഷനിൽ മൊത്തമായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസ് തുടങ്ങാം. എന്താണ് ലിക്വിഡിറ്റി? നമ്മളറിയില്ലേ, എൻ്റെ ലിക്വിഡ് ഫണ്ട് ഉണ്ട്. എന്താ, കയ്യിൽ പൈസ ഉള്ളപ്പോൾ നമ്മൾ എന്ത് പറയും? എൻ്റെ ലിക്വിഡ് ഫണ്ട് ഉണ്ട് പറയും, ലിക്വിഡ് ക്യാഷ് ഉണ്ട് എന്ന് പറയും. ഓക്കെ, അതെന്നാണ് ഇവിടെയും ലിക്വിഡിറ്റി എന്നുള്ളതിനോട് ഉദ്ദേശിച്ചത്. കമ്പനിയുടെ കയ്യിൽ ലിക്വിഡായിട്ട് ക്യാഷ് ഉള്ളപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയും. ഓക്കെ, അതായത് കമ്പനിയുടെ കയ്യിൽ ലിക്വിഡായിട്ട് ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷ് ഒപ്പിക്കാൻ കഴിയും, ക്യാഷ് അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ലിക്വിഡിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റേഷ്യോസ് തന്നെയാണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോസ്. ഓക്കെ, അതായത് ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ദി എബിലിറ്റി ഓഫ് എ കമ്പനി ടു പേ ഓഫ് ഇറ്റ്സ് ഷോർട്ട് ടേം obligations, that is current liability, by using current assets without price concessions, discounts or loss. അതായത് കമ്പനിന്റെ കറണ്ട് ലൈബിലിറ്റീസ്, അതായത് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് കറണ്ട് അസറ്റ് യൂസ് ചെയ്തിട്ട് പ്രൈസ് കൺസെഷനും അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ ലോസോ ഇല്ലാതെ അടച്ചു വീട്ടാനുള്ള എബിലിറ്റിക്കാണ് എന്ത് പറയാം? ലിക്വിഡിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് റേഷ്യോസ്? കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ, ക്യാഷ് ഫ്ലോ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. ഓക്കെ, ഇനി നമുക്ക് റേഷ്യോസിലേക്ക് കിടക്കാം. നമുക്ക് ലിക്വിഡിറ്റി റേഷ്യോസിലെ ഒന്നാമത്തെ റേഷ്യോ ആയിട്ടുള്ള കറണ്ട് റേഷ്യോ ഡിസ്കസ് ചെയ്യാം. എന്താണ് കറണ്ട് റേഷ്യോ? കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ന്യൂമറേറ്ററിൽ കറണ്ട് അസറ്റ്, ഡിനോമിനേറ്ററിൽ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ റേഷ്യോ കാണിക്കുന്നത്. ഓക്കെ, കറണ്ട് അസറ്റ് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേമിൽ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന, അതായത് വിത്തിൻ 1 ഇയർ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സ് ആണ് എന്ത്? കറണ്ട് അസറ്റ്സ്. ഓക്കെ, ലിക്വിഡിറ്റി റേഷ്യോസിലെ രണ്ടാമത്തെ റേഷ്യോ ആയിട്ടുള്ള ക്വിക്ക് റേഷ്യോ നോക്കാം. ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് ക്വിക്ക് റേഷ്യോ. എന്താണ് ക്വിക്ക് അസറ്റ്സ്? കറണ്ട് അസറ്റ്സ് എന്ന് ഇൻവെന്ററിയും പ്രീപെയ്ഡ് ആയിട്ടുള്ള അസറ്റ്സും നമ്മൾ ലെസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന അസറ്റ്സിന്റെ സമ്മാണ് എന്ത്? ക്വിക്ക് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് എന്ത്? ക്വിക്ക് റേഷ്യോ. ഇതിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ആസിഡ് ടെസ്റ്റ് റേഷ്യോ. അപ്പോൾ ക്വിക്ക് അസറ്റ്സിൽ എന്തൊക്കെ വരും? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് വരും, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വരും, അക്കൗണ്ട്സ് റിസീവബിൾസ് വരും, നെറ്റ് അക്കൗണ്ട്സ് റിസീവബിൾസും വരും. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് വരിക? ക്വിക്ക് അസറ്റ്സിൽ വരിക. ഈ ക്വിക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് എന്ത്? ക്വിക്ക് റേഷ്യോ. ക്യാഷ് റേഷ്യോ നോക്കാം. ക്യാഷ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും വരും, ഡിനോമിനേറ്ററിൽ കറണ്ട് ലയബിലിറ്റിയും വരും. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് റേഷ്യോ കിട്ടും. ഓക്കെ, അതായത് കമ്പനീൻ്റെ ലിക്വിഡിറ്റീനെ ഒന്നുകൂടി നമുക്ക് ഒന്ന് അടുത്തറിയാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലായി. ലിക്വിഡിറ്റി റേഷ്യോസിലെ നാലാമത്തെ റേഷ്യോ ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ റേഷ്യോ നോക്കാം. എന്താണ് ക്യാഷ് ഫ്ലോ റേഷ്യോ? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. എന്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ്? എങ്ങനെയാണ് കണ്ടെത്തുക? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് ഓപ്പറേഷൻസ് നമുക്ക് ബിസിനസ് ഓപ്പറേഷൻസ് നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ മൈനസ് എന്താണ്? ഓപ്പറേഷൻസ് എന്നുള്ള ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് എന്ത്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ. അതായത് നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോ, നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഇൻഫ്ലോ നമുക്കറിയാം. ഓക്കെ, അതാണ് എന്ത്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ്. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ് എന്ത്?
ക്യാഷ് ഫ്ലോ റേഷ്യോ. ലാസ്റ്റ് ലിക്വിഡിറ്റി റേഷ്യോയിലെ 5ാമത്തെ റേഷ്യോ ആയിട്ടുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് റേഷ്യോ ആയിട്ടുള്ള നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ അസെറ്റ്സ്. ഓക്കെ, ടോട്ടൽ അസെറ്റ്സ് ആണ് ഡിനോമിനേറ്ററിൽ. ഓക്കെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസെറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ഇനി ടോട്ടൽ അസെറ്റ്സ് ആണ് ഡിനോമിനേറ്ററിൽ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ റേഷ്യോൻ്റെ റിസൾട്ട് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ 1 ആണെങ്കിലാണ് എന്ത്? ഗുഡ് ഇൻഡിക്കേഷൻ, അത് നല്ലതാണ്. ഓക്കെ, അങ്ങനെ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോസ് ഡിസ്കസ് ചെയ്തു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് കേൾക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷെ നമ്മൾ ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പല ടൈപ്പ് ഇതിൻ്റെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം എടുക്കുക, റെഫർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യന് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ മെയിലിലേക്ക് അയക്കാം, ആ ക്വസ്റ്റ്യൻ അയക്കാം. എന്നിട്ട് ഞാൻ അതിന് മറുപടി തരാം. ഓക്കെ, താങ്ക് യു.